ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പുതിയ പ്രോഡക്റ്റിനെ പറ്റി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ ഇപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളിങ്ങനെ ഡൈനിങ് ടേബിളിലോ കിച്ചൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കത്തില്ലേ. ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്കെന്നെ അറിയാം, അതായത് കുറേ ഇപ്പം നിങ്ങൾ ഈച്ചകളോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ വന്ന് അതിൻ്റെ അകത്ത് ഇരിക്കും. അപ്പോൾ നമുക്ക് ആ ഫുഡ് നേരെ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അത് ഇരിക്കുന്നത് തന്നെ നമുക്ക് കഴിക്കാനേ തോന്നത്തില്ല, നമുക്ക് അത് കൊടുക്കാനും തോന്നത്തില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മുളക് മല്ലി അതൊക്കെ നമ്മൾ ഉണക്കാൻ വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ പ്രാവുകളോ വേറെ പക്ഷികളൊക്കെ വന്നത് കൊത്തി അങ്ങനെ വയ്ക്കുമ്പോൾ അതും നേരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബദലായിട്ടൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി, കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. അതാണ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. 699 700. അപ്പോൾ ഇവിടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് 699 ഒന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഞാൻ കാണിച്ചു തരാം. നേച്ചർ ഷീൽഡ് ബാംബൂ ബാസ്ക്കറ്റാണ്. നമ്മൾ പണ്ടത്തെ ആ മുറത്തിൻ്റെ ടൈപ്പിന് ഇത് മുറത്തിൻ്റെ ടൈപ്പിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇതിൽ ക്ലോസിങ് ഉണ്ടായിരിക്കും, എയർ സർക്കുലേഷൻ പക്ഷെ ഉണ്ടായിരിക്കും, ഫുഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അട്രാക്റ്റീവ് എഫക്റ്റീവ് ആയിട്ടാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ഇതേ നോക്കി കണ്ടോ, ഫ്രൂട്ട്സ്. ഇപ്പം ഞാനിത് കവറിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് ഫ്രൂട്ട്. ഇത് പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇതുണ്ട്, കണ്ടോ ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. എയർ സർക്കുലേഷനും ഉണ്ടായിരിക്കും. മാങ്ങ തോന്നുന്നു, എയർ സർക്കുലേഷനും ഉണ്ടായിരിക്കും. എന്നാൽ ഇതുപോലത്തെ പ്രാണികളോ ഇതൊന്നും വന്ന് ഇരിക്കത്ത് പോലും ഇല്ല. നമുക്ക് ഓക്കെയാണ്. പിന്നെ അതിലവർ ആഡ് കാണിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പേര് ഹോം എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഹോം ഡെക്കർ ഐറ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ അതൊക്കെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഹോം ഡെക്കർ ഐറ്റംസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് കണ്ടപ്പോൾ മേടിക്കണമെന്ന് തോന്നി, നന്നായിട്ട് തോന്നി. എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലവർ കാണിക്കുന്നത് ഈ പാലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തിളപ്പിച്ച് ബോയിൽ ചെയ്തിട്ട് ഇതിലൊരു സ്റ്റീൽ പാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. പിന്നെ പപ്പടമൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി പൊള്ളിച്ച് പ്ലാസ്റ്റിക് ടിന്നിൽ ഇടുന്നതിന് പകരം ചൂടാറുന്ന വരേക്കും നമുക്ക് ഇങ്ങനത്തേൽ വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. സോ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആവും തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങളോട് എന്തിനാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഗൈസ്, കണ്ടൻറ്റിന് ഭയങ്കര ദാരിദ്ര്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ ആളെ ഇപ്പം മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല. അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അപ്പം ഞാനിത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ മാത്രം ഓരോരോ കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വരുവാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.